ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നിശാഗന്ധി, നമ്മുടെ വീട്ടിലുള്ള നിശാഗന്ധിയാണ് കേട്ടോ, പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശനിയാഴ്ച രാത്രിയാണ് കേട്ടോ പൂത്തിട്ടുണ്ടായിരുന്നുള്ളത്. നല്ല സ്മെല്ലാണ്. പിന്നെ നല്ല രാത്രിയായപ്പോൾ നല്ലോണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേത് ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ്. ശനിയാഴ്ച എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശനി ഞായറൊക്കെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ സമയം കിട്ടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വിരുന്നുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ താത്തി മക്കളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 3 ദിവസം അവധിയായിരുന്നല്ലോ, വെള്ളി ശനി ഞായർ മുഹറത്തിൻ്റെ അവധിയൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ 2 ദിവസത്തിന് വിരുന്ന് വന്നതായിരുന്നു കേട്ടോ. ഞായറാഴ്ച പോവാന്നുള്ളതിൽ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ അവർ ഉണ്ടായതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾ അന്ന് വൈകുന്നേരം ഒന്ന് പുറത്ത് പോവുകയൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പിന്നെ രാത്രി കുറേ സമയമായി. അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞായറാഴ്ച വേറെ കുറച്ച് വിരുന്നുകാരുണ്ടായിരുന്നു. അങ്ങനെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും തയ്യാറാക്കലും അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. കാരണം പെട്ടെന്ന് രാവിലെയാണ് അറിഞ്ഞത് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്, വിരുന്നുകാർ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഏതായാലും ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണേ. വിരുന്നുകാരുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. സാദാ ചോറ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. സാദാ ചോറും കൂട്ടാനും തന്നെ ഉണ്ടാക്കുന്നത്. അവർക്കതാണ് ഇഷ്ടം. ഞാൻ ചോദിച്ചു ബിരിയാണി വെക്കട്ടേന്ന്. അപ്പോൾ മോള് പറഞ്ഞു എൻ്റെ അടുത്ത് വേണ്ട, സാദാ ചോറ് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞായറാഴ്ച ഓരോ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞായറാഴ്ചയും ഈ ഫുഡൊക്കെ തന്നെ ആവല്ലോ, ബിരിയാണി മന്തിയൊക്കെ സുർബിയാനി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു വേണ്ട, സാദാ ചോറ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. പിന്നെ ശനിയാഴ്ച ഹസ്ബൻഡിന് വർക്കിന് ജോലിക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഫുഡ് കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ ആൾക്കുള്ള ഫുഡും കാര്യങ്ങളും അതും തയ്യാറാക്കണം. അതുകൊണ്ടാണ് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നത്. ഉച്ചക്കത്തേക്കുള്ളതും അതേപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. താത്താൻ്റെ വീട് എന്ന് പറഞ്ഞത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 മണിക്കൂറിൻ്റെ ദൂരേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ 2-3 ദിവസമൊക്കെ ഒന്നിച്ച് ഒഴിവ് കിട്ടുമ്പോൾ അങ്ങനെ വരാറുണ്ട്. 2 ദിവസം നിൽക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്തു കൂടെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് പോവാറോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ബാക്കി 2 സിസ്റ്റേഴ്സും കൂടി ഉണ്ട്. അവർ പിന്നെ അങ്ങനെ വരാറില്ല. അവർ ദൂരത്താണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ആൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവന് എണീറ്റ് വന്നിട്ടുള്ള ആ ഒരു സന്തോഷം കാണിക്കണേ. ഇവൻക്കിപ്പോൾ 1 വയസ്സും 2 മാസം ആയിട്ടുള്ളൂ കേട്ടോ, അത്രേ ആയിട്ടുള്ളൂ. പിന്നെ ഇവൻ്റെ മൂത്തതും ഒരു മോളാണ്, വീഡിയോയിൽ കണ്ടല്ലേ, അത് അവളാണ് രണ്ടാമത്തെ ആൾ. പിന്നെ ഒരു മോനാണ് കേട്ടോ, മൂത്തത് മോനാണ്. അങ്ങനെ 3 മക്കളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ 2 സിസ്റ്റേഴ്സ് കുറച്ച് ദൂരത്താണെന്നുള്ളത്. അവരല്ല ശരിക്കും ദൂരത്ത്, ഞങ്ങളാണ് കേട്ടോ ദൂരത്ത്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ വണ്ടൂരാണ്. അപ്പോൾ വണ്ടൂരിൽ നിന്ന് കുറച്ച് ദൂരത്തേക്കാണ് ഞങ്ങൾ രണ്ടാളെയും കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരെ അവിടെ അടുത്തേക്ക് തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. കരുളായി എന്ന് പറയും ആ സ്ഥലത്തേക്കാണ് അവരെ രണ്ടാളെയും കല്യാണം കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളാണ് ശരിക്കും ദൂരത്ത്. ഞങ്ങൾ 4 പെൺമക്കളാണ് കേട്ടോ. ഞാൻ 3ാമത്തെ ആളാണ്. എൻ്റെ മേലെ 2 ആളും താഴെ ഒരാളും ആണ് കേട്ടോ. അതിൽ ഏറ്റവും മേലെ വലിയ ആൾ ഇവിടെ ഇല്ല, നാട്ടിലില്ല. അവൾ യു എയിലാണ്, യു എയിൽ സെറ്റിൽഡാണ്. പിന്നെ 2ാമത്തെ ആളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത്, ഏകദേശം അടുത്താണ്. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ ദൂരേ ഉള്ളൂ അവിടെ കല്യാണം കഴിച്ച വീട്ടിലേക്ക്. പിന്നെ അനിയത്തിയാണുള്ളത്. അനിയത്തി ഞാൻ പറഞ്ഞില്ലേ കരുളായി, ഞങ്ങൾ വണ്ടൂർ ആ ഭാഗത്തേക്ക് തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് കേട്ടോ. വലിയ താത്താക്ക് 3 മക്കളാണ്, 2 ആണും 1 പെൺകുട്ടിയാണ്. മൂത്തത് 2 മക്കളും ചെറുത്ത് പെണ്ണുമാണ്. പിന്നെ 2ാമത്തെ ഇവളാണ്, ഇവൾക്ക് 3 മക്കൾ. പിന്നെ ഞാൻ, പിന്നെ അനിയത്തിയാണ്. അനിയത്തിക്കും 2 പെൺമക്കളാണ്. ചെറുതിനും ഇതേപോലെ 1 വയസ്സും 1.5 വയസ്സാവണല്ലോ കേട്ടോ, ചെറിയ മോളാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഫാമിലി. അൽഹംദുലില്ലാ എല്ലാവരും നല്ല സന്തോഷത്തോടെ കഴിയുന്നുണ്ട്.
പിന്നെ ഇവരിങ്ങനെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്കൊരു സമാധാനമാണ് കേട്ടോ. ഒരു വീട്ടിലൊരു ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും. പിന്നെ സമയം പോണത് അറിയില്ല. പിന്നെ ഇവർ വന്നാൽ ചില ദിവസങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരം എങ്ങോട്ടെങ്കിലും പുറത്തൊക്കെ ഒന്ന് പോവും. അപ്പോൾ നമ്മളെ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആവും. പിന്നെ സമയം പോണതേ അറിയില്ല കേട്ടോ. നല്ല രസമാണ് കുട്ടികളും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ. നല്ല രസമാണ്. ഇവരിപ്പോൾ എല്ലാവരും വെക്കേഷൻ്റെ സമയത്ത് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്നാണ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അനിയത്തി ഉണ്ടായിരുന്നു, പെരുന്നാളും കൂടെ ആയിരുന്നല്ലോ, അതുകൊണ്ട് അവളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴാട്ടോ ഇവർ വരുന്നത്. ഇന്നും ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതേപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലത്തേക്ക് എന്ന് പറഞ്ഞാൽ ദോശയാണ്. ഉഴുന്ന് കൂട്ടി അരച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ചിക്കൻ കറി, പിന്നെ തലേന്നത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കത്തേക്ക് പിന്നെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കലാണ്. അത് പിന്നെ അരി ഒന്ന് വേഗം തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ പണി കൂടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് നടത്താട്ടോ. കാരണം ദോശ ചൂടണം, ഉച്ചക്കത്തേക്കുള്ള റെഡി ആക്കണം. ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിന് ജോലിക്ക് പോകാണ്ട്. അപ്പോൾ ആൾക്ക് പോകാനാകുമ്പോഴത്തേന് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് തീർക്കണേ. പച്ചക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കായ പിന്നെ ഒന്ന് വേഗം ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. എന്നാൽ പിന്നെ 2-3 വിസിലടിച്ചാൽ അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുമല്ലോ. പിന്നെ ഉള്ളി അരിഞ്ഞൊന്ന് തൂമിച്ചെടുത്താൽ മതിയല്ലോ. അങ്ങനെ അതും വേഗം പെട്ടെന്നൊന്ന് സെറ്റാക്കി എടുത്ത്. പിന്നെ മത്തൻ ഉണ്ടായിരുന്നു കേട്ടോ. മത്തൻ കറി വെച്ചാലൊന്നും ആരും ഇവിടെ അങ്ങനെ കഴിക്കാറില്ല. മത്തൻ വലിയ താല്പര്യമില്ല ആർക്കും കേട്ടോ. പിന്നെ നല്ല ഗ്യാസിൻ്റെ പ്രശ്നം, ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അധികം അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിയ സ്ഥിതിക്ക് ഇപ്പം ഞാൻ അത് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് എന്ത് ചെയ്തു, ചെറുതായിട്ട് അരിഞ്ഞിട്ട് കടുകിട്ട് വറുത്ത് ഒന്ന് വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങ ആഡ് ചെയ്യും കേട്ടോ. തേങ്ങ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അങ്ങനെ ഒരു ഉപ്പേരി മോഡലാക്കിയിട്ടാണ് കഴിക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ എല്ലാവരും കഴിക്കും. അല്ലെങ്കിൽ നമ്മൾ മത്തൻ താളിക്കുക, അതുപോലെ തേങ്ങ അരച്ചൊക്കെ കറിയൊക്കെ വെക്കുമല്ലോ. പിന്നെ മത്തനും പയറൊക്കെ വെക്കാറുണ്ട്. മത്തനും പയറും വെച്ചാൽ ചിലപ്പോൾ ഒരു കുറച്ച് ലേശമൊക്കെ എല്ലാവരും ഒന്ന് കൂട്ടും. മത്തൻ കറി വെച്ചാലും തേങ്ങ അരച്ച് കറി വെച്ചാലും ഒന്നും ആരും കൂട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും കൂട്ടണ കണ്ടപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടിയും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങാ ചമ്മന്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ വേറെ ഒരു വീഡിയോയിലും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണ്ടവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഉച്ചക്കത്തേക്ക് ചേമ്പ് കറിയാണ് വെക്കുന്നത്. ചേമ്പ് കുറേ ദിവസമായിരുന്നു കൊണ്ടുവന്ന് വെച്ചിട്ട്. ചേമ്പ് പിന്നെ അധികം അങ്ങനെ കേടായി പോവാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ താത്ത അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ സവാളയും പിന്നെ തക്കാളിയും, അധികം ചെറിയൊരു തക്കാളിയും പിന്നെ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 2-3 വിസിൽ വരുമ്പോൾ അതിന് ചേമ്പ് വേവും കേട്ടോ. ചെറിയ ചേമ്പാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തേങ്ങ അരക്കുന്നൊന്നുമില്ല, അരച്ച് ചേർക്കണമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഈ തേങ്ങ അരക്കാത്ത കറിയാണ്, മുളക് കറി പോലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ ഇവന് ഓരോരോ അവൻ്റേതായിട്ടുള്ള കുസൃതിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ അവരതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചത്തേക്കുള്ള ഏകദേശം കറികളൊക്കെ റെഡിയായി. ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോൺ വെജും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. മീനുണ്ട്, മീൻ ഫ്രീസറിലായിരുന്നു, അത് ഞാൻ എടുത്ത് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഐസ് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആൾക്ക് അങ്ങനെ ഉച്ചത്തേക്ക് അങ്ങനെ മീൻ വേണമെന്നൊന്നുമില്ല, നോൺ വെജ് അങ്ങനെ കൊണ്ടുപോകാറൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് റെഡി ആവുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ റെഡി ആക്കാറുള്ളൂ കേട്ടോ നോൺ വെജ്. അല്ലെങ്കിൽ കോഴിമുട്ട ചിലപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പൊരിച്ച് കൊടുക്കാറുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ആൾ ഉച്ചക്കത്തേക്ക് അങ്ങനെ നോൺ വെജും കാര്യങ്ങളൊന്നുമില്ല, രാത്രി മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ ആൾക്കുള്ള ഫുഡൊക്കെ ഒന്ന് ടിഫിൻ ബോക്സിലാക്കുകയാണ് കേട്ടോ.
ഈ ഒരു ടിഫിൻ ബോക്സ് നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്കൊരുപാട് സെപ്പറേറ്റ് ഇങ്ങനെ പാത്രങ്ങൾ കൊണ്ടുപോകണ്ടല്ലോ. ഇതൊറ്റക്ക് ഒന്നിച്ച് നട്ടി വെച്ചിട്ട് ക്ലിപ്പ് ഇടുന്നതുകൊണ്ട് തന്നെ കൊണ്ടുപോകാനും അതേപോലെ ബാഗിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല സുഖമാണ്. പിന്നെ മറ്റേതിങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അധികമൊന്നും ആയിട്ടില്ല, ഈ ജൂണിലേക്ക് വാങ്ങിയതാണ് കേട്ടോ. അതൊക്കെ കൊണ്ട് ആൾ സ്ഥലം വിട്ടു. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ കിയാൻ എന്നാണ് അവൻ്റെ പേര്, ഞങ്ങൾ കിയാപ്പു എന്നാട്ടോ വിളിക്കാറുള്ളത്. അവന് ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ച് പോയ ആളാണ്, പക്ഷേ ഞങ്ങളെ കൂടെ അവനും കൂടെ ഒന്ന് ഇരുന്നിട്ടുണ്ട്. ഒന്നിനുമല്ല, അവൻ അതിലൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളും അതേപോലെ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും കേട്ടോ. ആ സമയത്താണ് തറവാട്ടിൽ നിന്ന് ഞങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഞങ്ങളെ തറവാട്. അപ്പോൾ അവിടുന്ന് ചക്ക കൊണ്ടു തന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, മധുരമുണ്ട്. പക്ഷേ വെള്ളം ഇപ്പം ഇങ്ങനെ മഴ പെയ്തിട്ടേ ഒന്ന് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒരു അധികം നിൽക്കുന്നത് പോലെയുണ്ട്. എന്നാൽ നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചക്കയൊക്കെ ഒന്ന് തീരുമാനമാക്കിയ ശേഷം ഞാൻ ഉച്ചക്കത്തേക്ക് മീൻ പൊരിച്ചെടുക്കുകയാണ്. തളമീനാണ്. ഞാൻ തലേ ദിവസം കടയിൽ നിന്ന് മുറിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് മസാല തേച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സാധാരണ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവാറുള്ളൂ. പിന്നെ ശനി ഞായറും മാത്രമേ ഹസ്ബൻഡ് ഉണ്ടാവാറുള്ളൂ കേട്ടോ. ആ സമയത്താണ് ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ രാത്രിയാണ് ഞാൻ നോൺ വെജ് ഉണ്ടാക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ കുക്ക് ചെയ്യാറൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വല്ല മുട്ട പൊരിക്കുകയോ അല്ലെങ്കിൽ അച്ചാറോ അങ്ങനെ കിഴങ്ങ് വരട്ടിയതോ അല്ലെങ്കിൽ തക്കാളി താളിച്ചതോ തക്കാളി കൂട്ടാനൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഉച്ചക്കത്തേക്ക് അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലാണ്. അല്ലാതെ ഞാൻ കുറേ കൂട്ടാനും ഉപ്പേരിയും കറികളൊന്നും ഉണ്ടാക്കി ഫുഡ് കഴിക്കുന്ന ഒരാളേ അല്ല കേട്ടോ. പിന്നെ എനിക്ക് ചെറുപയർ മമ്പയർ അങ്ങനത്തെ ഉപ്പേരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ പിന്നെ ഞാനത് കൂട്ടി കഴിക്കും, നല്ലോണം ഫുഡ് കഴിക്കും കേട്ടോ. അങ്ങനെ നോൺ വെജ് വേണമെന്നൊന്നുമില്ല, വേണ്ടാന്നുള്ളതല്ല, ഉണ്ടെങ്കിൽ കഴിക്കും, ഇഷ്ടമാണ്. പക്ഷേ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒന്നിനും ടേസ്റ്റൊന്നും തോന്നലില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഫുഡിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനും കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ടൊന്ന് വന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇന്ന് ഉച്ചത്തേക്ക് ചോറ്, അതേപോലെ പച്ചക്കായ ഉപ്പേരി, മത്തൻ ഉപ്പേരി, പിന്നെ ചേമ്പ് കറി, ചമ്മന്തി, മീൻ വറുത്തത്, അതേപോലെ തൈരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല കുശാലായിട്ട് കുറേ ദിവസത്തിന് ശേഷം നല്ലൊരു ലഞ്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പറഞ്ഞു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.